പ്രശസ്ത കവിയും അധ്യാപകനുമായ ശ്രീ ഡി വിനയേന്ദ്രൻ. അദ്ദേഹമാണ് നമ്മുടെ അടുത്ത അതിഥി. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ കാണുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്, സാറ് വെക്കുന്ന പോലെ തൊപ്പി സ്ഥിരമായിട്ട് വിനേന്ദ്രൻ സാറ് വെച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള സൗഹൃദം കൊണ്ടാണ് ഈ തൊപ്പി ഒരേപോലത്തെ തൊപ്പി തിരഞ്ഞെടുക്കാൻ കാരണം? പരസ്പരം കാണുന്നതിന് മുമ്പേ രണ്ടുപേരും തൊപ്പി ധരിച്ചിരുന്നില്ല. തോറ്റപ്പോഴും ജയിച്ചപ്പോഴും തോറ്റു തൊപ്പിയിടാൻ ഒരു അവസ്ഥ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. രണ്ടുപേരുടെ കാര്യത്തിലും അത് ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് സാറുമായിട്ടുള്ള സൗഹൃദം? ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് കേട്ട് എനിക്ക് പണ്ട് പ്രിയപ്പെട്ടവനായിരുന്നിട്ടുണ്ട്. പിന്നെ ഈ തിരുവനന്തപുരത്ത് വന്ന് താമസിച്ചപ്പോൾ ഞങ്ങൾ ഒരു അവരാന സായാഹ്ന ഇടവേളയിലെ അരുൾ ജ്യോതി എന്നുള്ള ഹോട്ടൽ അതൊരു ഉഴുന്നുവട സൗഹൃദമായിരുന്നു. ഒരു കല വേറൊരു കലയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ സാർ പൊതുവെ കവിതാസ്ഥലായിട്ട് ചൊല്ലുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും സംഗീതത്തോട് അത്രയും അഭിരുചിയുള്ള ഒരാളായിരിക്കും. സംഗീതത്തെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ശബ്ദം കൊണ്ടുള്ള എല്ലാ കലയുടെയും അടിസ്ഥാനം സംഗീതമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ അങ്ങനെയാണ്. നമ്മളൊരു സംഗീതത്തിലൊരു മധ്യമാർഗം ഉണ്ടെങ്കിൽ വളരെ അഭിരാമമായ അഭിജാതമായ ഭാവപ്രധാനമായ ആലാപനം, ആ രീതിയിലാണ് എനിക്ക് സൗഹൃദം വളരെ ഇഷ്ടമായിട്ട് തോന്നി. നമ്മൾ കാണുന്നു. അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ അങ്ങ് ഒഴിഞ്ഞു പോകും, ഒരു ഇഷ്ടമല്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ പാട്ടുകൾ പാടാറുണ്ടോ? ഞങ്ങൾ ഇല്ല, അതിനെപ്പറ്റിയൊക്കെ ചിലപ്പോൾ വർത്തമാനം പറയും. പിന്നെ ചിലപ്പോൾ രാഘവ മാഷെ പറ്റിയൊക്കെ എത്ര ഈ പറഞ്ഞ പോലെ ആ ഇഷ്ടം പറയുമ്പോൾ വരുന്ന ഒരു ഇഷ്ടം, ആൻഡോയെ പറ്റി പറയുമ്പോൾ, അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. പലരും അങ്ങനെ ഓർക്കുകയില്ലല്ലോ. നമ്മുടെ മറ്റ് പാട്ടുകളുടെ ആ ഒരു വൃത്തിയെ പറയല്ല എങ്കിലും ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ചങ്ങമ്പുഴയുടെ പാട്ട് രമണനിലേക്ക് വന്നു അല്ലേ? അതെ 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 അതെ. സിനിമയിൽ വന്നപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്താനായിട്ട് അല്ലേ? അതുവരെ ഈ പോയ തലമുറയ്ക്കൊക്കെ ചങ്ങമ്പുഴ പരിചയമുള്ളത് പോലെ ഇപ്പോഴില്ലല്ലോ. എല്ലാ തലമുറയ്ക്കും പരിചിതമാക്കുന്ന രീതിയിലേക്ക് ആ പാട്ടുകൾ നിലനിന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാനന ചായയിൽ ആട് വയ്ക്കാൻ ഞാനും വരട്ടെ ഇതിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു കാമുകൻ എങ്ങനെയുണ്ട് ആ ശബ്ദത്തിൽ അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്നുള്ളത് ഞാൻ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ അല്ലേ? ഒരുപാട് ഈണങ്ങൾ പാട്ടെഴുത്തുകാരന് അല്ല, വേറൊരു സംഗീതത്തിന് വേണ്ടി അല്ലെങ്കിൽ കവിതയിൽ ഒരുപാട് പുതിയ പുതിയ ഈണങ്ങൾ ചങ്ങമ്പുഴ കൊണ്ടുവന്നിരുന്നു. കവിത എന്ന് പറയുമ്പോൾ, കവികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആഢ്യ ഇതിൽ നിന്നിട്ട് വളരെ ജനപ്രിയ രീതിയിലേക്ക്, പ്രത്യേകിച്ചും സവർണൻ്റെ ഒരു ഇതായിരുന്നു കവിത എന്ന് പറയുന്നിടത്ത് അല്ലേ? അത് എടപ്പള്ളി ചങ്ങമ്പുഴയും വളരെ ക്ലേശിച്ച് ജീവിച്ചിരുന്ന, കഷ്ടപ്പെട്ട് അപമാനം സഹിച്ച്, പക്ഷെ അവരാണ് അന്ന് കുമാരനാശാനും വള്ളത്തോളൊക്കെ ഇരിക്കുമ്പോൾ വേറെ അതുവരെ പരിചയമുണ്ടെന്ന് ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ ഇവരുടെ ഓരോരുത്തരും പാട്ടുകാർ വരുമ്പോഴും നേരത്തെ പാടിയവരിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ കമറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലേ, അങ്ങനെ ആ പാട്ടുകളുടെ ഒരു മൗലികത്വം മാറുന്നുണ്ട്. അപ്പം അത് നമ്മുടെ സാഹിത്യരചനയ്ക്ക് സൂക്ഷ്മത നൽകുന്നു. ശരിക്കും സാഹിത്യരചനയ്ക്ക് വിമർശനമോ പ്രസംഗമോ അല്ല, സംഗീതമാണ് അതിന് സൂക്ഷ്മത തരുന്നത്. സംഗീത രംഗത്ത് സാറിൻ്റെ ഇത്രയും വർഷത്തെ ജീവിതം പരിശോധിച്ചാൽ, സാർ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ പാടാതെ പോയ പാട്ടുകൾ അല്ലെങ്കിൽ ഇനിയും പാടേണ്ടിയിരുന്ന പാട്ടുകൾ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ സാറിന്? ഒരുപാട്. തീർച്ചയായിട്ടും കുറെ കൂടെ പാടിയിരുന്നുവെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്നു. അതാണ് ഞങ്ങൾക്കൊക്കെ സാറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഇതാണ്. ഒരുപക്ഷെ സിനിമയിൽ പാടിയതിനേക്കാളും കൂടുതൽ ലളിതഗാനങ്ങൾ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു സാർ. പാടിയിട്ടുണ്ട്, ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഈ റേഡിയോ സ്റ്റേഷൻ ഒരു ഗുണമാണ്, ഒരു ഒഴുകുന്ന തുരുത്ത് പോലെ. കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഈ സൗഹൃദം, ആ സൗഹൃദങ്ങൾ അങ്ങനെ ഒഴുകിവിടെത്തും. അതെ 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 അതെ, ശരിയാണത്. അല്ല, അന്നത്തെ കാലത്ത് ഒരുപാട് കലാകാരന്മാരെ വളർത്താനും അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ഈ റേഡിയോ സ്റ്റേഷൻ ഒരു വല്ലാത്ത ജീവനാഡിയായിരുന്നല്ലോ. ടി വിക്ക് പ്രാധാന്യം വന്നപ്പം റേഡിയോ സ്വയം നന്നാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർക്ക് ഉൾനാടുകളിലൊക്കെ ഒരുപാട് കേൾവിക്കാരെ കിട്ടുന്നുണ്ട്. അതാണ് സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും സാറിൻ്റെയൊക്കെ ശബ്ദം നിലനിർത്തുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ഇപ്പോൾ റേഡിയോ തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം പിന്നീട് സാറൊക്കെ കൂടി ചേർന്നിട്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട്, കാരണം അതൊരു ട്രെൻഡായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ചെറുപ്പക്കാർ ഒരുപാട് പേര് ആ പാട്ടുകൾ കേൾക്കുകയും ഇങ്ങനെയൊക്കെ പാട്ടുകളുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പാട്ടുകാരുണ്ടായിരുന്നു എന്നുള്ളൊരു തലമുറ അറിയാനായിട്ട് അല്ലേ?